പണ്ട് ചെറിയ പ്രായത്തിലെ അയൽ സംസ്ഥാനക്കാരായ തമിഴ്നാട് തെലുഗു ടീംസിനേക്കാൾ നമ്മൾ കേരളക്കാർ കുറച്ചധികം വിവേകശാലികളാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കാനുള്ള ഒരു കാരണം ആ സംസ്ഥാനങ്ങളിലെ പോലെ സിൽവർ സ്ക്രീനിൽ തെറ്റ് ചെയ്ത വില്ലന്മാരെ ഇടിച്ച് താഴെയിടുന്ന നായക നടന്മാരെ നേരെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്ന ഒരു കീഴ്വഴക്കം നമ്മുടെ നാട്ടിലില്ല. കാരണം ഇവിടെ സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. അത് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് നന്നായി അറിയാം എന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കിങ്ങിലും കമ്മീഷണറിലും ആറാം തമ്പുരാനിലും ഒക്കെ അഭിനയിച്ച പ്രസാദ് എന്ന പേര് ഏറ്റവും നന്നായി ചേരുന്ന നടൻ ഗണേഷ് കുമാർ നമ്മുടെ നാട്ടിൽ മന്ത്രിയായിട്ടുണ്ടെന്ന്. പക്ഷേ പുള്ളിക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഉണ്ട്. മാത്രവുമല്ല അദ്ദേഹം മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ല താനും. എന്നാൽ അങ്ങനെ ഇരിക്കുകയാണ് നടൻ മുകേഷ് ഒരു MLA ആയ കാര്യം ഞാൻ അറിയുന്നത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ അന്തരിച്ച നടൻ ഇന്നസെന്റ് MP-യുമായി, ഏറ്റവും ഒടുക്കം സുരേഷ് ഗോപി. ഇത്രയും ആയതോടെ സിനിമാ നടന്മാരെ പിടിച്ച് നമ്മളെ ഭരിക്കാൻ ഏൽപ്പിക്കുക എന്ന തമിഴ് തെലുങ്കന്മാരുടെ മൈൻഡ് സെറ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന എന്റെ ചിന്ത മാറിക്കിട്ടി. പക്ഷെ പിന്നൊന്ന് ഡീപ്പായി ചിന്തിച്ചപ്പോൾ മറ്റൊരു തോന്നലും എന്റെ മനസ്സിൽ വന്നു. അതായത് ഈ നടന്മാർ അതത് ഇലക്ഷനുകളിൽ വിജയിച്ച് കയറിയത് അവരുടെ താരപരിവേഷം കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ ഒരു മണ്ഡലത്തിൽ ആ ഒരു ഇലക്ഷനിൽ വിജയസാധ്യത കൂടുതലുള്ള പാർട്ടിയുടെ ടിക്കറ്റിൽ നിന്നതുകൊണ്ടാണ് ഇവർ ജയിച്ചത്. ഇവരതിൽ ആഡ് ചെയ്ത താരപരിവേഷമുള്ള ഒരു മുഖം വെറും ഒരു ബോണസ് മാത്രമാണെന്ന്. എനിവേസ്, അപ്പൊ എന്റെ ചോദ്യം മേൽപ്പറഞ്ഞ ആളുകൾ തൽസ്ഥാനത്ത് തുടരുന്നതിനിടയിൽ അവരുടെ കൺസിസ്റ്റൻസിയിൽ ജീവിച്ചവരോടാണ്. ഈ സിനിമയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മുഖങ്ങളെ പിടിച്ച് നിങ്ങളെ ഭരിക്കാൻ ചുമതലപ്പെടുത്തിയപ്പോൾ മറ്റു രാഷ്ട്രീയക്കാർ ഭരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പോസിറ്റീവ് അതിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നിരുപദ്രവപരമായ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇതിപ്പോ പാതി രാഷ്ട്രീയം കൂടി ആയതിനാൽ അതൊരൽപ്പം കൂടുമെന്ന് എനിക്കറിയാം. അന്ധമായി തെറി പറയുന്നവരെ ബ്ലോക്ക് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ വേറെ ചില ആളുകളുണ്ട്, അവരുടെ കയ്യിൽ നല്ല പോയിന്റുകളുണ്ടാവും, പക്ഷെ അവർ എഴുതുന്നതിൽ അവിടെ എവിടെയായിട്ടൊക്കെ ഒരുപാട് മോശം വാക്കുകളുണ്ട്. അങ്ങനെയുള്ളവരെ ബ്ലോക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എനിക്കും ചെറിയ വിഷമം ഉണ്ടാവാറുണ്ട്. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ്, പ്ലീസ്